നമസ്കാരം. KCA സഞ്ജു സാംസൺ വിഷയത്തിൽ BCCI നേരിട്ട് ഇടപെടുന്നു. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജു സാംസൺ എന്തുകൊണ്ട് കളിച്ചില്ല എന്നതിനെക്കുറിച്ചാണ് അവരുടെ അന്വേഷണം നടക്കാൻ പോകുന്നത്. ഏകദിന ഫോർമാറ്റിലാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീമിലേക്ക് പരിഗണിക്കുന്നതിനായി ഏകദിന ഫോർമാറ്റിലുള്ള വിജയ് ഹസാരെ ട്രോഫിയിൽ താരങ്ങൾ കളിക്കേണ്ടതും പ്രധാനമായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് പരിഗണിക്കപ്പെടുന്ന ഭൂരിഭാഗം കളിക്കാരും വിവിധ ടീമുകൾക്കായി വിജയ് ഹസാരെ ട്രോഫിയിൽ ഇറങ്ങിയപ്പോൾ സഞ്ജുവിനെ മാത്രം കേരള ടീമിൽ കണ്ടില്ല. ഇതിനെ വളരെ ഗൗരവമായിട്ടാണ് BCCI കണ്ടത്. സഞ്ജു മനഃപൂർവ്വം വിട്ടുനിന്നതാണോ, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗത്താണോ പിഴവ് പറ്റിയത് എന്ന് BCCI അന്വേഷിക്കുന്നതായിരിക്കും. വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്താതിരുന്നതിന് പ്രധാന കാരണമായി KCA ആദ്യം ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹം വയനാട്ടിൽ നടന്ന പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തില്ല എന്നതായിരുന്നു. പക്ഷേ സഞ്ജുവിനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട മറ്റൊരു മറുപടിയാണ് KCA സെക്രട്ടറി വിനോദ് കുമാർ ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത്. കേരള ടീമിന്റെ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കില്ല എന്ന് സഞ്ജു ഇമെയിൽ മുഖേന അറിയിച്ചിരുന്നതായും, പക്ഷേ ഈ പിന്മാറ്റത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാക്കിയില്ല എന്നുമായിരുന്നു വിനോദ് കുമാർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ യുവതാരങ്ങളെ ഉൾപ്പെടുത്തി കേരള ടീമിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നും അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. എന്നാൽ വിദർഭയുമായുള്ള ആദ്യ മത്സരത്തിന് മുൻപ് കേരളത്തിനായി കളിക്കാൻ തയ്യാറാണെന്ന് KCAയെ സഞ്ജു അറിയിച്ചെങ്കിലും ഇത് പരിഗണിക്കപ്പെട്ടില്ല. അപ്പോഴേക്കും കേരള സ്ക്വാഡിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരുന്നു എന്നായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ഒരാളെ ഒഴിവാക്കി സഞ്ജുവിനെ ഉൾപ്പെടുത്തുന്നത് ആ താരത്തോട് കാണിക്കുന്ന നീതികേടാകുമെന്നും വിനോദ് കുമാർ വ്യക്തമാക്കിയിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി തൊട്ടരികിൽ നിൽക്കെ വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്നും സഞ്ജു സാംസൺ മാറി നിന്നതിൽ BCCIക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് താരത്തിന്റെ അസാന്നിധ്യത്തെക്കുറിച്ച് അന്വേഷിക്കാനും BCCI തീരുമാനിച്ചിട്ടുള്ളത്. ആഭ്യന്തര ക്രിക്കറ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സെലക്ടർമാർക്കും ബോർഡിനുമെല്ലാം വളരെയധികം വ്യക്തതയുണ്ട്. അനുമതി തേടാതെ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നും മാറി നിന്നതിന് കഴിഞ്ഞ വർഷം ഇഷാൻ കിഷൻ, ശ്രേയസ് അയ്യർ എന്നിവർക്ക് BCCIയുടെ മുഖ്യ കരാർ നഷ്ടമാവുകയും ചെയ്തിട്ടുള്ളതാണ്. സഞ്ജുവിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അദ്ദേഹം വിജയ് ഹസാരെ ട്രോഫിയിൽ കളിച്ചില്ല എന്ന കാര്യത്തിൽ ബോർഡിനെയോ സെലക്ടർമാരെയോ കാരണം അറിയിച്ചിട്ടില്ല. ദുബായിൽ സഞ്ജു ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് അറിയാവുന്ന കാര്യമെന്നും BCCI വൃത്തങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറയുന്നുണ്ട്. വിജയ് ഹസാരെ ട്രോഫിയുടെ സമയത്ത് ദുബായിൽ വെച്ച് സഞ്ജു സാംസൺ ബാറ്റിംഗ് പരിശീലനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം പുറത്തു വന്നിട്ടുമുണ്ട്. പരുക്ക് കാരണമാണോ അതോ KCAയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നാണോ സഞ്ജു ദുബായിലേക്ക് പോയതെന്നും വ്യക്തമല്ല. അത് എന്തു തന്നെ ആയാലും വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാതിരിക്കുന്നതിൽ അദ്ദേഹം ന്യായപരമായ ഒരു കാരണം തന്നെ നൽകണം എന്നാണ് BCCI ആവശ്യപ്പെടുന്നത്. സഞ്ജു എന്തുകൊണ്ട് കളിച്ചില്ല എന്നതിന് ന്യായമായ ഒരു കാരണം സെലക്ടർമാർക്ക് വേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഏകദിന ടീമിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുക ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. KCAയുമായി സഞ്ജുവിന് കൈപ്പേറിയ ചരിത്രമുണ്ട്. പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്നതിന് അദ്ദേഹം ഇത് പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുമായി സഞ്ജുവിന് തെറ്റിദ്ധാരണയുണ്ടാകാനും അത് കാരണം മത്സരം നഷ്ടമാകാനും ഇടയില്ല. വിജയ് ഹസാരെ ട്രോഫിക്ക് മുൻപ് സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിനായി സഞ്ജു കളിച്ചിട്ടുള്ളതാണെന്നും BCCI വക്താവ് വ്യക്തമാക്കുകയായിരുന്നു. അതേസമയം വിജയ് ഹസാരെ ട്രോഫി നഷ്ടമായതിന് ന്യായമായ ഒരു കാരണം നൽകാനായില്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ 2 തിരിച്ചടികളാണ് സഞ്ജുവിനെ കാത്തിരിക്കുന്നത്. ആദ്യത്തേത് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്നും അദ്ദേഹം തഴയപ്പെടും എന്നതാണ്. മറ്റൊന്ന്, ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ എന്നിവരെ പോലെ BCCIയുടെ മുഖ്യ കരാറിൽ നിന്നും പുറത്താക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. എന്തായാലും BCCI കൊണ്ട് അത്തരം കടുത്ത നീക്കങ്ങളിലേക്ക് പ്രേരിപ്പിക്കാതിരിക്കാൻ ഏത് വിധേനയും സഞ്ജു നിലനിന്നേ മതിയാവൂ.